Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are safe. Today we will discuss the rest of the chapter about social networking sites. Okay, let's start with the dua. ربي يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما. Okay, what was SNS? SNS means social networking site. എന്തുകൊണ്ടാണ് SNS ഉപയോഗിച്ചിരുന്നത്? Why did we use SNS? The purpose of SNS was to connect people, അല്ലേ? ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യുക, to create a communication between them. ഇതൊക്കെയായിരുന്നു SNSൻ്റെ ഉദ്ദേശം, അല്ലേ? But yet there is another important usage for SNS. What is that? We can use this platform of SNS for education. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? എഡ്യൂക്കേറ്റിംഗ് യുവർ സെൽഫ്, അല്ലേ? During this corona times, you are using social networking sites for studying, right? അതേപോലെ തന്നെ SNS ഇതിന് മുമ്പ്, കൊറോണയ്ക്ക് മുമ്പും ഇത് നടന്നിരുന്നു, അല്ലേ? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് were used for educating people. Not only for communication between people but also to educate students and other people. SNSന് ഉപയോഗങ്ങൾ എന്തൊക്കെ? SNS for education is termed as educational networking. സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതുപോലെ എഡ്യൂക്കേഷന് ഉപയോഗിക്കുന്ന SNSനെ we can call it as educational networking. ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് which is devoted for educational networking is available. നിങ്ങൾക്ക് ഇതിനുള്ളിൽ തന്നെ നിങ്ങളത് കണ്ടു കാണും. We have Classroom 2.0, simply for education. Classroom 2.0. അതേപോലെ Global Classroom, Global Classroom. നെക്സ്റ്റ് ഗുരുകുൽ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹാവ് യു സീൻ ഇറ്റ് ഇൻ ദ ഇൻ്റർനെറ്റ്? എഡ്യൂട്ടോപ്പിയ, എഡ്യൂട്ടോപ്പിയ. ദെൻ ഡെലിഷ്യസ്, ഡെലിഷ്യസ്. These are some social networking sites exclusively for educating. Okay, അപ്പം എന്തൊക്കെയാണ്? Classroom 2.0, Global Classroom, next Gurukul, Edutopia and Delicious are some examples of social networking sites which are devoted for education purpose only. SNS will allow students to exchange ideas with their teachers. അപ്പോൾ ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉപയോഗിക്കാം. ദേ അലൗ സ്റ്റുഡൻസ് ടു എക്സ്ചേഞ്ച് ഐഡിയാസ്, ഷെയർ ദ കണ്ടൻറ്റ്. ഷെയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അല്ലേ? ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചൊരു പിക്ചർ, ഒരു ചാർട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ, അത് സ്റ്റുഡൻസ് ആവട്ടെ, അത് ടീച്ചേഴ്സ് ആവട്ടെ, whoever does it, they can share it through social networking sites for educating. അപ്പം നമുക്ക് SNS വഴി ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. ദെൻ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് കോൾഡ് MOOC. നോക്കാം. Massive open online course, MOOC, MOOCs are a recent development in distance education. Distance education എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കോളേജിലൊക്കെ പോയി പഠിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതിനാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ നമുക്ക് കോളേജിൽ പോകാനുള്ള സൗകര്യമില്ല. ഫോർ ഹയർ സ്റ്റഡീസ് യു ഹാവ്, ഇപ്പോൾ സപ്പോസ് ചിലർക്ക് അതിനുള്ള സാഹചര്യം കാണത്തില്ല അല്ലേ, പോയി പഠിക്കാനുള്ള സാഹചര്യം കാണത്തില്ല. സോ ദേ മൈറ്റ് ബി വർക്കിംഗ് സംവെയർ അല്ലേ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവർ ചെയ്യും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സസൊക്കെ നമുക്ക് സഹായം തേടിക്കൂടെ? ഓൺലൈൻ കോഴ്സസിൻ്റെ സഹായം തേടിക്കൂടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ? ബുക്കുകളിൽ ഇതുപോലെ പോസ്റ്റ് വഴിയോ വല്ലതും വരുത്തിച്ചിട്ട് നമുക്ക് ഓൺലൈൻ കോഴ്സസ് അറ്റൻഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ഡിഗ്രി അല്ലേ. അപ്പം മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആർ എ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. These can be taken by students anywhere in the world. നമുക്ക് ലോകത്ത് എവിടെ നിന്നായാലും നമുക്ക് ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാമല്ലോ അല്ലേ. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കൊരു ഓർഗനൈസേഷൻ്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാം അല്ലേ. യെസ്, അത് ഓൺലൈൻ വഴി ഫീസ് പേ ചെയ്താൽ മതിയാകും, ഓൺലൈൻ വഴി കോഴ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതിയാകും അല്ലേ. നമ്മൾ റിയൽ ആയിട്ട് അവിടെ പോയി ഇരിക്കേണ്ട, വി ക്യാൻ വെർച്വലി അറ്റൻഡ് ദ ക്ലാസ്സസ്. Okay, these are massive open online courses available. മാത്രമല്ല അത് ഇൻറ്ററാക്ഷൻസ് നടത്തണ്ടേ, ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഇൻറ്ററാക്ഷൻസ് നടത്തിയാലല്ലേ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോറമും അവർ ചെയ്യുന്നുണ്ട്. ഇൻറ്ററാക്റ്റീവ് യൂസർ ഫോറം ചെയ്യുന്നുണ്ട് ടു സപ്പോർട്ട് ദ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് കോഴ്സസ് ലൈക്ക് കോഴ്സെറ ആൻഡ് ഖാൻ അക്കാഡമി. ഖാൻ അക്കാഡമി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, കോഴ്സെറ, ഖാൻ അക്കാഡമി. ഹാവൻറ്റ് യു സീൻ ഖാൻ അക്കാഡമി വീഡിയോസ്? ഖാൻ അക്കാഡമി എന്നൊക്കെ പറയുന്ന ഇതേപോലത്തെ ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. ഇവർ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റുഡൻസിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ആനിമേറ്റ് ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. കോഴ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാണ് ഖാൻ അക്കാഡമി ആൻഡ് കോഴ്സെറ. ഓക്കെ. അപ്പോൾ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് SNS-ൻ്റെ ഒരു ഉപയോഗമാണ്. ഓക്കെ. ദെൻ SNS help develop 21st century skills such as using different technology, creativity, being open to diverse views and learning collaboratively. നമ്മൾക്ക് SNS ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് എന്ത് കാര്യം അറിയില്ല എന്ന് പറഞ്ഞാലും നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എടുക്കും അല്ലേ. ഇപ്പോഴത്തെ ഗതി അതല്ലേ ആണ്. ഇഫ് എവർ യു വാണ്ട് ടു നോ അബൌട്ട് സംതിങ്, അബൌട്ട് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്, വി ക്യാൻ സെർച്ച് ഫോർ ഇറ്റ്, വി ക്യാൻ ലേൺ ഇറ്റ്. We can learn it through YouTube, or we can learn it through these courses like Khan Academy and all. അല്ലേ. യൂട്യൂബിൽ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ലേ, ഒന്നുമില്ല. ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് എനിത്തിങ്, there will be a video educating people for that thing. ഇപ്പം തയ്യൽ പഠിക്കാനായാലും കുക്കിംഗ് ചെയ്യാനായാലും അതേപോലെ ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് പറയാനായാലും എന്തിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ തരാനായാലും വി ക്യാൻ യൂസ് ദിസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, റൈറ്റ്? യാ, ദിസ് ഈസ് 21st സെഞ്ച്വറിയിൽ ഇതിനേക്കാളും വലിയൊരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് വരാനില്ല അല്ലേ. എല്ലാവർക്കും എന്തിനെക്കുറിച്ചും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട്. എവിടെ ഇരുന്ന് തന്നെ ചെയ്യാമത്? വീട്ടിലിരുന്ന് തന്നെ നമുക്കത് ചെയ്യാം അല്ലേ. അപ്പോൾ SNS എന്ത് ഉപയോഗമായിട്ടുള്ള കാര്യമാണല്ലേ. യെസ്, ബിഫോർ നമുക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലേ, എവിടെയെങ്കിലും പോയി പഠിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം വീട്ടിലിരുന്ന് മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ. യെസ്, സം ബേസിക് ഫീച്ചേഴ്സ് ആർ ദെയർ ഫോർ SNS. ഏത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉപയോഗിക്കണമെങ്കിലും അതിന് മെയിനായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മളത് ഫോളോ ചെയ്തേ പറ്റൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ്? അത് നമുക്ക് പഠിക്കാം. ആദ്യം ഈ SNS പല തരത്തിലുള്ള SNS ഉണ്ട്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ഷെയറിങ് മാത്രമുള്ള, എക്സാമ്പിൾ ഈ ഫ്ലിക്കർ ഒക്കെ പറഞ്ഞിട്ടുള്ള SNS എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് ഷെയറിങ് മാത്രമേ ഉള്ളൂ. ഫ്ലിക്കർ ഫോട്ടോ ഷെയറിങ്ങിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് we can share our videos in YouTube അല്ലേ.
വിക്കിപീഡിയ. വിക്കിപീഡിയ കണ്ടന്റ് ക്രിയേഷൻ. വിക്കിപീഡിയയിൽ എന്താണുള്ളത്? എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഏത് കാര്യത്തിനെക്കുറിച്ചും ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചോ എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് വിക്കിപീഡിയയുടെ പേജായിരിക്കും അല്ലേ? അപ്പോൾ വിക്കിപീഡിയ എന്ന് പറയുന്നത് കണ്ടൻറ് ക്രിയേഷൻ്റെ സൈറ്റാണ്, റൈറ്റ്. ദെൻ യൂട്യൂബ് നിങ്ങൾക്കറിയാം, വി ക്യാൻ ഷെയർ ഓഡിയോസ് ഓർ വീഡിയോസ് യൂസിങ് യൂട്യൂബ്. ദെൻ ഫ്ലിക്കർ ഫോട്ടോ ഷെയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, nowadays they are going to collaborate every useful sites to one place. നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ കിട്ടത്തക്ക രീതിയിലാക്കാനാണിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് SNS? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. SNS ഉപയോഗിക്കണമെങ്കിൽ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ there are some process. Okay, the first thing is you have to create a profile. നമുക്കറിയാമല്ലോ, എവിടെ ഏത് സൈറ്റിലാണെങ്കിലും നമ്മൾ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഏതൊരു സൈറ്റിന് ഉപയോഗിക്കണമെങ്കിലും യു ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊഫൈൽ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് രജിസ്റ്റർ ഓർ ക്രിയേറ്റ് എ പ്രൊഫൈൽ. ഇവിടെ you will have to give your name, your Gmail ID, your hobbies, ഇൻട്രസ്റ്റ്സ്, ഹോബീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. രജിസ്റ്റർ യുവർ നെയിം ഇൻ ദാറ്റ് സൈറ്റ്. ഓക്കെ, രജിസ്റ്റർ ഓർ ക്രിയേറ്റിംഗ് പ്രൊഫൈൽ മീൻസ് ഈച്ച് യൂസർ will fill an online form with the details such as age, education, location. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് യു ആർ അറ്റ് കൊല്ലം and your age is 12 and your education is studying at school and your location is Kollam. Name, Gmail ID, hobbies, your name. You will have a Gmail ID. Okay, എല്ലാവർക്കും ഒരു Gmail ID ഉണ്ടാവും. Then hobbies, what are your interests, areas, അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് രജിസ്റ്റർ ഓർ ക്രിയേറ്റിംഗ് എ പ്രൊഫൈൽ. അടുത്തത് സെക്യൂരിറ്റി സെറ്റിംഗ്. സെക്യൂരിറ്റി സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ആർക്കൊക്കെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മളുടെ പ്രൊഫൈൽ ആർക്കൊക്കെ കാണുമെന്ന് നമുക്ക് തീരുമാനിക്കാം. വി ക്യാൻ ഡിസൈഡ്. അതെവിടെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? സെക്യൂരിറ്റി സെറ്റിങ്സിൽ പോയിട്ട് ഡിസൈഡ് ചെയ്യാം. ഇഫ് യുവർ പ്രൊഫൈൽ ഈസ് വ്യൂവബിൾ ബൈ പബ്ലിക് ഓർ ഫോർ സർട്ടൻ ഫ്രണ്ട്സ് ഓൺലി. നമുക്ക് പ്രൈവറ്റ് ആക്കിയും പബ്ലിക് ആക്കിയും നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. Users can configure settings wherein they decide which content on their page is public or private. അപ്പോൾ സെക്യൂരിറ്റി സെറ്റിങ്സിൽ ഈതർ നമുക്കത് പബ്ലിക് ആക്കാം, ഇല്ലെങ്കിൽ നമുക്കത് പ്രൈവറ്റ് ആക്കി വയ്ക്കാം. ഓക്കെ, പബ്ലിക് ഓർ പ്രൈവറ്റ്. ഇത് പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഒരു ലോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സിമ്പിളാണേ. അപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡിൻ്റെ ഗ്ലോബിൻ്റെ സിമ്പിളായിരിക്കും. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീ ലോക്ക് ചെയ്തേക്കുന്നതിൻ്റെ സിമ്പിളായിരിക്കും വരിക യൂഷ്വലി. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, ആ പോസ്റ്റ് പബ്ലിക് ആക്കണോ പ്രൈവറ്റ് ആക്കണോ, അതോ എല്ലാ ഫ്രണ്ട്സിനും കാണിക്കണോ കുറച്ച് ഫ്രണ്ട്സിന് കാണിക്കരുത്, ഇതൊക്കെ നമുക്ക് സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും അല്ലേ. അപ്പം സെക്യൂരിറ്റി സെറ്റിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഇതൊരു ഫീച്ചറാണ് അല്ലേ, SNS-ൻ്റെ ഒരു ഫീച്ചറാണ്. ദിസ് യു നോ. പിന്നെ നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സിനെ ബ്ലോക്കും ചെയ്യാം. സെക്യൂരിറ്റി സെറ്റിങ്സിൽ വി ക്യാൻ ബ്ലോക്ക് സം കണ്ടൻറ്റ്, വി ക്യാൻ ബ്ലോക്ക് സം പീപ്പിൾ ഓൾസോ ഫ്രം വ്യൂവിങ് ദിസ് അല്ലേ, അതും ചെയ്യാം. നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് എ യൂസർ ക്യാൻ പെർഫോം. എന്തൊക്കെയാണ് നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ്? നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? സൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ചാറ്റ് ചെയ്യാം. ദെൻ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ചെയ്യാം. ചാറ്റ് ഓർ ഇൻസ്റ്റൻറ്റ് മെസ്സേജ് ക്യാൻ ബി ഡൺ യൂസിങ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്
for communicating with other users അല്ലേ. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉപയോഗിക്കുന്ന വേറെയുള്ള യൂസേഴ്സുമായിട്ട് വി ക്യാൻ ചാറ്റ്, വി ക്യാൻ ഷെയർ മെസ്സേജസ്. ദെൻ വി ക്യാൻ അപ്ലോഡ് ഫോട്ടോസ്, വീഡിയോസ്. Uploading photos and videos, we can upload photos or videos using the site alle. It will be viewed by others. We can play games. ഇതിനകത്ത് ഗെയിംസും പ്ലേ ചെയ്യാം, മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ ഗെയിംസ് കളിക്കാം. ദെൻ വി ക്യാൻ കമൻറ്റ് ഓൺ അതേഴ്സ് പോസ്റ്റ്. കമൻറ്റ് on others post. We can comment on others post. വേറൊരാളുടെ പിക്ചർ കണ്ടിട്ട് നമുക്കതിന് താഴെ കമൻസ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോസിന് കമൻസ് അയക്കാം. ദെൻ വി ക്യാൻ സെൻഡ് ഇമെയിൽ, സെൻഡിങ് ഇമെയിൽ യൂസിങ് SNS. These are the features of what? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വി ക്യാൻ ചാറ്റ് ഓർ യൂസ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് സർവീസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അതർ യൂസർ. We can upload photos, we can upload videos so that others can see. We can play games online, we can comment on others' content, and we can send email through SNS. ഇത് നെറ്റ്വർക്കിംഗ് ഫീച്ചേഴ്സ് മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം, സെർച്ച് ആൻഡ് സപ്പോർട്ട്. യൂസർ ക്യാൻ സെർച്ച് ഫോർ കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ, അതായത് നമുക്ക് SNS വഴി നമുക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യവും നമുക്ക് സെർച്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ച് കീവേഡ്സ് അടിച്ചു കൊടുത്താൽ മതി അല്ലേ. വി ക്യാൻ സെർച്ച് ഫോർ കണ്ടൻറ്റ്, വി ക്യാൻ സെർച്ച് ഫോർ ഇൻട്രസ്റ്റ്സ്, സ്കൂൾസ് എക്സെട്ര. They also have support in the form of fast answer questions and forums. അതായത് നമുക്ക് FAQ എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ്. FAQs ഫാസ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് യൂസറിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ആ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സാണ് ഫാസ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉപയോഗിക്കാം. അപ്പം ഇത് എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ പീപ്പിൾ. ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്? ഫസ്റ്റ്ലി യു ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊഫൈൽ ഓർ രജിസ്റ്റർ. ദെൻ what will you can securely do the settings. അതായത് you can make it public, you can make it private according to your wish. You can chat with others, you can instantly message others, you can comment on others' photos or videos, you can upload your own photos and videos, you can comment and you can play games online, and you can send email through SNS. Also, using some keywords you can search for any content in the SNS. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത SNS-ൻ്റെ അതർ ഫീച്ചേഴ്സും ബേസിക് സെറ്റിങ്സുമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഫോർ നൗ ഐ എം ബിഡിങ് ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.